എനിക്കെൻ്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതമാം, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഇറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപീഠം കടന്നു വരുവാൻ തക്കണം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ നല്ല ദിവസത്തിനായി നന്ദി കർത്താവ്. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കലാ ദാനമായി നൽകി തരേണ്ടതിനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, കഴിഞ്ഞ നാളുകളിലെല്ലാം നീ നല്ലവനായി വലിയവനായി കൂടെ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച് നടത്തി. ഇന്നുവരെയും ആവശ്യം ആഗ്രഹം അറിഞ്ഞ് മാനിച്ചു. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവശക്തൻ അവിടുന്ന് ആകിയാൽ ബലമുള്ള കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാവരെയും പൊന്നപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം എല്ലാം പൊന്നപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകിച്ചത് പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാൻ നല്ല മാർക്കോടെ പാസ്സാകുവാൻ സ്വർഗത്തിലെ അപ്പച്ചനെ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും നിരാശപ്പെട്ടുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തിക്കാട്ടെ. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കും നിങ്ങളുടെ എല്ലാ മക്കളെയും ഓർക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെ ഓർക്കുന്നു. സമാധാനത്തോടെ ജോലി ചെയ്യാൻ ഇടയാക്കണം. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തക്കതുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് നല്ല തലമുറകളെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണേപ്പ. മാസം തികയോളം കൂടി ഇരുന്ന് സുഖപ്രസവം നൽകി ഗുണമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം പലവിധ പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട്. അവരെയും കർത്താപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാ, സഹായിക്കുമാറാകണമേ. വീണ്ടും കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പൻ്റെ കലവറ തുറന്ന് തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് തീർത്ത് കൊടുത്താട്ട് കർത്താവേ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനം ഒരുക്കണേപ്പ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണേപ്പ. സ്വർഗത്തിലെ കലവറ തുറന്ന് സാമ്പത്തിക നന്മകളെ നൽകി മാനിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എൻ്റെ കർത്താവേ, കുടുംബജീവിതത്തോട് മനസ്സലിയണമേ. കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള മനസ്സവർക്ക് കൊടുക്കണേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, സ്തോത്രപ്പാ. എല്ലാം അറിയുന്നില്ല വേദനിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം ഇറങ്ങണേ എന്ന് പ്രാർത്ഥന. അനേക കുഞ്ഞുങ്ങളെ മധ്യത്തിലും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ജീവിതത്തിൻ്റെ ഹല്ലേലൂയ സ്വസ്ഥതയെ കെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത് സ്വർഗം കാണുന്നില്ല കർത്താവ്. കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരപ്പെടുന്ന വിഷയങ്ങളെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഒരു നല്ല അപ്പച്ചൻ ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ നല്ല പ്രഭാതം ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയെ കരുതിക്കൊള്ളണമേ. ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണല്ലേ. ദുഷ്ടപിശാച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തുടരുത്. അന്ധകാരത്തിൻ്റെ കിടന്നൊന്നും കടന്നു വരല്ലേ. ദൈവഭയത്തിലും ഭക്തിയിലും ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെയും കുടുംബങ്ങളെ സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണം. അനാഥരെ വിധവകളെ സംരക്ഷിക്കുന്ന ദൈവമേ, മാതാപിതാക്കളെ കരുതുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കരുതുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നപ്പാ, അവിടുന്ന് ഓരോ ഹൃദയങ്ങളെയും ആശ്വസിപ്പിച്ച് പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ സ്വർഗമിടയാക്കണമേ. ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കുന്ന കർത്താവെ, രോഗിക്ക് നല്ല വചനം മരുന്നു അപ്പന, രോഗം നീക്കുന്ന മരുന്നിൻ്റെ കർത്താവ, ഓരോ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തണം. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ കർത്താവ്. ഞങ്ങളുടെ രോഗങ്ങളോട് മനസ്സലിയണമേ കർത്താവ്. ഞങ്ങൾക്ക് ആവശ്യമാർന്ന സൗഖ്യവും സമാധാനം തരണേ കർത്താവേ. ഹല്ലേലൂയ. വേദനിക്കുന്ന കരയുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ അപ്പച്ചാ. നിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഓരോ മക്കളെയും തൊടണമേ. അടിപ്പിണരാനുള്ള സൗഖ്യം ഓരോ മക്കൾക്ക് നൽകണമേ തമ്പുരാനെ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവെ. സ്തോത്രം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട പൈതലുണ്ട് കർത്താവെ. ആ എയർപോർട്ടിൽ ജോലി ലഭിക്കേണ്ട പൈതലുണ്ട് കർത്താവെ. അപ്പൻ്റെ പുനകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന് ഭംഗം വരുവാൻ അനുവദിക്കല്ലേ. സ്വർഗം കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. തമ്പുരാൻ്റെ പൊന്നുകരം ചലിപ്പിക്കണം. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന മക്കൾക്ക് സ്വർഗം കൊടുത്ത് മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരുന്നാട്ട് സമാധാനത്തോടെ സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടെത്തിച്ചാട്ട് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.